എൻ്റെ വീഡിയോസ് കാണുന്ന ചിലരെങ്കിലും വല്ലപ്പോഴൊക്കെ കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമായിട്ടോ എനിക്ക് ഈ കുത്തിക്കാച്ചിയത് ഉപ്പേരികളും അങ്ങനത്തെ നാടൻ ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്ന്. സത്യാവസ്ഥ അതാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം അതുപോലെ തന്നെ ഉണ്ടാക്കാനും ഇഷ്ടമൊക്കെ ഈ വക ഐറ്റംസ് തന്നെയാണ് കേട്ടോ. ഒരുപക്ഷെ അതൊക്കെ മാത്രം ഇഷ്ടപ്പെടുന്നവരാവും ഇന്ന് എൻ്റെ കൂടെ ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ വിഭവം പയർ കുത്തിക്കാച്ചതും ചമ്മന്തി കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ പയർ കുത്തിക്കാച്ചത്. എനിക്കാണെങ്കിൽ അത് അത്ര വലിയ താല്പര്യമില്ല, പക്ഷേ ഇപ്പോൾ കഴിച്ച് അതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വമ്പയർ ഉണക്കപ്പയർ എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ഐറ്റം വെള്ളത്തിൽ കുതിർത്തിയിട്ട് സംഭവം ഉണ്ടാക്കട്ടെ നല്ലത്. എനിക്ക് അതിനുള്ള സമയം ഉണ്ടായില്ല, മറക്കുകയും ചെയ്തു. എന്തായാലും അരക്കപ്പോളം വൻപയർ എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ. ഞാൻ 8 ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിലടുപ്പിക്കുക ചെയ്തിട്ടാ. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും സമാസമം, അതുപോലെ തന്നെ വറ്റൽമുളക് 3 ഞാൻ എടുത്തിട്ടുള്ളൂ. ഭയങ്കര എരിവുള്ള മുളകായിരുന്നു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 വരെ നമുക്ക് എടുക്കാം. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. പയർ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തില്ല എന്നുള്ളോട്ടോ. ഏതാണ്ട് ഒരു 3-3.5 മണിക്കൂർ ഞാൻ കുതിർത്തിട്ടുണ്ട് കാലത്ത് എണീറ്റപ്പോൾ. എന്തായാലും അതുകൊണ്ട് മാത്രം 2 വിസിലിൽ ഒതുങ്ങി. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 4-5 വിസിലൊക്കെ അടുപ്പിക്കേണ്ടി വരും കേട്ടോ പ്രഷർ കുക്കറിൽ. ഇതാ നമ്മൾ വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കളറിനായിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തൊന്ന് ഇളക്കി നല്ല മൂത്ത മണം വരുന്ന സമയത്ത് കറിവേപ്പിലിട്ട് നമ്മൾ വേവിച്ച പയറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പയർ വെന്തതിന് ശേഷം വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിലേ നമുക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്. കയ്യിൽ വെച്ചിട്ട് ആ പയറൊന്ന് ഉടച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ചാറിനൊരു കുറുകിച്ച കിട്ടും. ആ ചാറിന് പയറിൻ്റെ ടേസ്റ്റ് വരികയും ചെയ്യും. എന്തായാലും അസാധ്യ സ്വാദാണ് ഈ സംഭവത്തിന്. ഇങ്ങനത്തെ കുത്തിക്കാച്ചത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ എനിക്ക് പണ്ടൊന്നും വലിയ താല്പര്യമില്ല ഈ പയറാവുമ്പോൾ, പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. കുതിർത്തെടുത്ത വറ്റൽമുളകും ചുവന്നുള്ളിയും പിന്നെ നമ്മുടെ വാളംപുളിയും അതുപോലെ വറ്റൽമുളക് കുതിർത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ നരച്ചെടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ചേർക്കണേ. ഇനി ഉപ്പ് ചേർത്തില്ലെന്ന് പറയണ്ട. പുളിയൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. എന്തായാലും നമ്മൾ ചോറ്റുപാത്രത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ചോറ്റുപാത്രം സീരീസ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് വേണ്ടി ഉണ്ടാക്കിയ റെസിപ്പി ആയിരുന്നു കേട്ടോ. പയർ കുത്തിക്കാച്ചിയതും അതുപോലെ നല്ല പുളിയുള്ള ചമ്മന്തി. എനിക്ക് എപ്പോഴും ചമ്മന്തി നല്ല പുളിയുള്ള ഇഷ്ടമാട്ടോ. പുളിയോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. ചമ്മന്തി ഇതുപോലെ കുഴമ്പ് രൂപത്തിലാട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ദോശയിലേക്കും കഴിക്കാം. അടിപൊളി ചമ്മന്തിയാണ്. കട്ട ചമ്മന്തി എന്ന് അറിയില്ല, അതാട്ടെ ഈ സംഭവം. പിന്നെ ഇതുപോലൊന്നും പയർ കുത്തിക്കാച്ചത് കഴിക്കാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ചമ്മന്തിയും പയർ കുത്തിക്കാച്ചിയൊക്കെ കോമ്പോ പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പൊളിക്കൂട്ടാ. ഈ കുത്തിക്കാച്ചിയത് എന്നുള്ള വാക്കിന് ആരും ഇനി വേറെ രീതിയിലൊന്നും എടുക്കണ്ട കേട്ടാ. നമ്മുടെ തൃശ്ശൂരുകാർക്ക് കുത്തിക്കാച്ചതില്ലാത്ത ചോറില്ല എന്ന് തന്നെ പറയാം. കുത്തിക്കാച്ചുക എന്ന് പറയണ്ടേ നമ്മുടെ ഉള്ളിയും മുളകും കുത്തിയെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ നല്ലപോലെ കാച്ചിയെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പം നമ്മുടെ തൃശ്ശൂരേർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് കൂടുതൽ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണേ. കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട്. പിന്നെ നാടൻ വിഭവങ്ങൾ മാത്രമല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കാറ്. എൻ്റെ പ്രൊഫൈലിൽ വേറെയും കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. ഇപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കി നോക്കുന്നേ സമയം കിട്ടുമ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം.